മേജർ രവി സാർ ഒരു ഷോ ഡയറക്റ്റ് ചെയ്തു. അത് ഈ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തീവ്രവാദി ആക്രമണത്തിനെതിരെയൊക്കെയുള്ള ഒരു ഷോ ആയിരുന്നു അത്. അതിൽ ഞാനും ധർമ്മജനും ഒക്കെ കൂടെ ഒരു സ്കിറ്റൊക്കെ കളിച്ചു. ഞാനൊരു സ്കിറ്റൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അപ്പോൾ തീവ്രവാദത്തിനെതിരെയാണ് ഈ ഷോ. പലതരത്തിൽപ്പെട്ട അത്തരം പ്രസംഗങ്ങളും അതും ഇതും മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതും ഇതൊക്കെ പറയുന്ന ഷോയാണ്. ഞങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞ് ഞാനും ധർമ്മനും കൂടെ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുമ്പം ഒരാൾ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. ഞാനും ചിരിച്ചു. ഞാൻ ചോദിച്ചു, പരിപാടി കണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പറയുക, ഇതിലും ഭേദം ഞങ്ങളെ തീവ്രവാദി ആക്രമിക്കുമായിരുന്നു എന്ന്. കുടിച്ചു കഴിഞ്ഞിട്ട് വഴിതെറ്റിലും തിരിച്ച് ഓർമ്മ പോലും ഒക്കെ ആയിട്ടൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു ആളുണ്ടായിരുന്നു, മാണിക്കുഞ്ഞ് എന്നാണ് അയാളുടെ പേര്. മാണിക്കുഞ്ഞ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലാണ് മാണിക്കുഞ്ഞ് പണിയെടുക്കുന്നത്. ഫിലിപ്പേട്ടൻ്റെ എല്ലാ പണികളും ഇന്ന പണി എന്നില്ല. ഫിലിപ്പേട്ടന് റബ്ബർ ഷീറ്റ് പോയ്ക്കുന്ന പരക്ക് തീടണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ, വാഴ വെക്കണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ, ഫിലിപ്പേട്ടൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് മാണിക്കുഞ്ഞ് തന്നെ, പശുവിനെ കറക്കുന്നത് മാണിക്കുഞ്ഞ് തന്നെ എന്ന് വേണ്ട, അവരുടെ വീട്ടിൽ എന്ത് ജോലിയുണ്ടോ അത് ഈ മാണിക്കുഞ്ഞ് ചെയ്യും. പുറത്തൊന്നും ചെയ്യുകയുമില്ല. ആശ്രിത വത്സലനായിട്ട് അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് ഈ മാണിക്കുഞ്ഞ് താമസിക്കുന്നത്. അപ്പോൾ മാണിക്കുഞ്ഞിന് ഒരു ദിവസം ആരോ കഞ്ചാവ് ബീഡി കൊടുത്തു വലിക്കാൻ. മാണിക്കുഞ്ഞൊരു 3 വലിയും വലിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാണിക്കുഞ്ഞിന് എന്തൊക്കെയോ ഒരു ചെറിയ തോന്നലുണ്ടായി. മാണിക്കുഞ്ഞ് നേരെ ഫിലിപ്പേട്ടൻ്റെ വീട്ടിൽ ചെന്ന് മുറ്റത്ത് ഈ വിറക് കീറിയിട്ട് ചെറിയ മടൽ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓലമടലും എടുത്ത് കൈ പിടിച്ചു മാണിക്കുഞ്ഞ്. എന്നിട്ട് കോളിമ്പല്ലടിച്ചു. അവിടുത്തെ ചേച്ചി വാതിൽ തുറന്നപ്പോൾ ഈ ഓലമടൽ അവർക്ക് നേരെ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് മാണിക്കുഞ്ഞിന് അറിയാമല്ലോ. എന്നാ മാണിക്കുഞ്ഞ് നീ പറയുന്നേ എന്ന് ചോദിച്ചു. ഞാൻ മാണിക്കുഞ്ഞല്ലേ, മാൻസിംഗ്. അന്ത മാണിക്കുഞ്ഞിന് ഇന്ത മാൻസിങ്ങിനെ തെരിയില്ലേ, ഇന്ത മാൻസിങ്ങിന് എന്താ മാണിക്കുഞ്ഞിനെ തെരിയില്ല. ഒന്നാമത് സിംഗാണ്, തമിഴാണ് ഉള്ളി പറയുന്നത്. അപ്പോൾ ആ ചേച്ചി ഇവൻ എന്താ പറയുന്നത് എന്നുള്ളത് വാതിലടച്ചു. മാണിക്കുഞ്ഞ് മടലും ഇട്ടിട്ട് അങ്ങ് നടന്നൊരു 1 മണിക്കൂർ നടന്നപ്പോൾ ചെറുതായിട്ട് വെളിവ് വീണ് തുടങ്ങി മാണിക്കുഞ്ഞിന്. അപ്പോൾ മാണിക്കുഞ്ഞിന് മനസ്സിലായി, ഫിലിപ്പേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ഒരു കൊള്ളരുതായ്മ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്ത് കൊള്ളരുതായ്മ എന്ന് ഓർമ്മയും കിട്ടുന്നില്ല. മാണിക്കുഞ്ഞ് തിരിച്ചു നടന്നു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്ക് ഈ ചേച്ചി ഫിലിപ്പേട്ടനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി. കാരണം മാണിക്കുഞ്ഞ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പേട്ടൻ വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട്. രണ്ടാമത് വീട്ടിൽ വന്നിട്ട് കോളിമ്പല്ലടിച്ചു. ഡോറ് തുറന്നപ്പോൾ ഫിലിപ്പേട്ടൻ നിൽപ്പുണ്ട്. ഉടനെ ഈ മാണിക്കുഞ്ഞ് പുള്ളിയോട് ചോദിക്കുക, ഇച്ചിരി നേരം മുമ്പ് ഇവിടെ മാൻസിംഗ് എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നോ? പുള്ളിക്ക് വലിച്ചിട്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിപ്പോയി. മാൻസിംഗ് വേറെ ആളായിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വള്ളംകളിയുടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ നാദൃഷിക്കയുടെ ഗാനമേളയാണ് അവിടെ നടക്കുന്നത്. നാദൃഷിക്കയുടെ ഗാനമേള നടക്കുമ്പം APJ അബ്ദുൽ കലാം സാറാണ് അതിന് ഗസ്റ്റായിട്ട് വരുന്നത്. അപ്പം ഈ സ്റ്റേജിൽ അന്ന് ഈ നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ പൊട്ടുന്ന പടക്കം, കളർ പേപ്പറുകൾ പറന്നു വരിക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ചെയ്യുന്നത് സുധൻ എന്നും പറഞ്ഞ ഒരാളാണ്. ഈ സുധൻ അന്നത്തെ ദിവസം സുധൻ വന്നില്ല. അപ്പോൾ നാദൃഷിക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു. നാദൃഷിക്ക് പറയുന്നത്, എന്ത് കഷ്ടമാണിത്, ഇതിങ്ങനെ ശരിയാവില്ല. അവൻ കൃത്യമായിട്ട് അല്ലാത്ത എല്ലാ ഉത്സവപ്പറമ്പിലും വരും. ഇതുപോലെ വള്ളംകളിയുടെ പോലത്തെ ഒരു പ്രസ്റ്റീജ് സ്റ്റേജിൽ ഇവനെ കാണാത്തത് കാരണം വലിയ സങ്കടമാണ്. ഇവനെ ഇനി മേലെ ഈ പരിപാടിക്ക് വിളിക്കരുത്, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നാദൃഷിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്തായാലും അന്നത്തെ ദിവസം സ്റ്റേജിൽ കളർ പേപ്പറും ഇല്ല, തീപ്പൊരിയില്ല, ഒന്നുമില്ല. സുധൻ മിസ്സിംഗ് ആണ്. സുധൻ മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സുധൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷണം വന്നു. സുധൻ ചേട്ടനെ കണ്ടില്ല, വീട്ടിൽ വന്നില്ല എന്നും പറഞ്ഞ് അന്വേഷണമായി. ഞങ്ങളും പല രീതിയിൽ അന്വേഷിച്ചു. പുള്ളിനെ കാണാനില്ല, എവിടെ പോയി എന്നൊരു പിടുത്തമില്ല. ഒരു 10 ദിവസം കഴിഞ്ഞപ്പം ചെറിയ താടിയൊക്കെ ആയിട്ട് സുധൻ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. സുധ, നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരോടും ഒരു ഉത്തരവും പറയുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നുമില്ല, കാര്യമില്ല. അവസാനം അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിഞ്ഞത്. ഈ APJ അബ്ദുൽ കലാം വരുന്നത് കാരണം അവിടെ ഈ ഇൻ്റലിജൻസുകാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി ഓഫീസർമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഈ സുധനെ പിടിച്ചു നിർത്തിയിട്ട് എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേജ് ചൂണ്ടിക്കാണിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടുന്ന ആക്ഷൻ കാണിച്ചു, ഈ പിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട്. സുധനെ നേരെ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ പോലും അറിയാതെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് മറ്റേ കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്ത് ഐസ് കെട്ടെ കിടത്തി ചോദ്യം ചെയ്തിട്ട് ഇവൻ്റെ പേരൊരു ലിസ്റ്റ് കയറി. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ആര് കേരളത്തിൽ വന്നാലും സുധനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവരിങ്ങോട്ട് വരുള്ളൂ എന്നുള്ള അവസ്ഥയായി കാലാകാലങ്ങളോളം.